നമസ്കാരം. ഇന്നത്തെ MS വേഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MS വേഡ് ബേസിക് ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ ബിഗിനേഴ്സ് ആണോ? ഓഫീസ് വർക്ക്, PSC, ഗവൺമെൻറ് എക്സാം അല്ലെങ്കിൽ റെസ്യൂമേ ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ MS വേഡ് പഠിക്കണം എന്നുള്ളവരാണോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണണം. MS വേഡ് എന്താണ്? MS വേഡ് എന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലുള്ള ഒരു വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ലെറ്റർ തയ്യാറാക്കാം, അപ്ലിക്കേഷൻ എഴുതാം, റെസ്യൂമേ, ബയോഡാറ്റ എന്നിവ ഉണ്ടാക്കാം, നോട്ട്സ് ടൈപ്പ് ചെയ്യാം, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കാം. PSC, ബാങ്ക്, ഓഫീസ് ജോബ് എല്ലായിടത്തും MS വേഡ് ബേസിക് നോളജ് മസ്റ്റ് ആണ്. MS വേഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ്, സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് MS വേഡ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ, മൗസ് പോയിൻ്റർ പതുക്കെ സ്റ്റാർട്ട് ബട്ടണിലേക്ക് കൊണ്ടുവരിക. MS വേഡ് സ്റ്റാർട്ട് ബട്ടണിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. MS വേഡ് ഫൈൻഡ് ചെയ്താൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. MS വേഡ് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓപ്പണായി വന്നിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്ത്, ഡെസ്ക്ടോപ്പിൽ MS വേഡ് ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് MS വേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. MS വേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സെർച്ചിൽ MS വേഡ് ആപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. MS വേഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ MS വേഡ് ആപ്പ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇങ്ങനെ വന്നാൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേഡിൻ്റെ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ലഭിക്കുന്നതാണ്. ഇനി ബ്ലാങ്ക് പേജിൽ നമുക്കൊരു വൈറ്റ് സ്ക്രീൻ കാണാനായിട്ട് കഴിയും. ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ്. നോക്കുക, ഏറ്റവും ടോപ്പിലായിട്ട് ടൈറ്റിൽ ബാർ കാണാം, ഡോക്യുമെൻ്റ് വേഡ് എന്ന് കാണാം. ഇതാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൽ ഫയൽ നെയിമാണ് ഡിസ്പ്ലേ ചെയ്യുക. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ നെയിമാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഡോക്യുമെൻ്റ് 1 വേഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ടൈറ്റിൽ ബാറിൽ നമുക്കിവിടെ ഐക്കൺസ് കാണാം. റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ, മിനിമൈസ്, മാക്സിമൈസ് ഓർ റീസ്റ്റോർ, ക്ലോസ്, ഇങ്ങനെ 3 ബട്ടണായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ സൈൻ ഇൻ ഓപ്ഷൻ കാണാം. സൈൻ ഇനിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്ത് നമുക്ക് കയറണമെങ്കിൽ, ലോഗിൻ ചെയ്ത് കയറണമെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാം. അക്കൗണ്ട് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ റിബൺ ഡിസ്പ്ലേ ഓപ്ഷനിൽ റിബൺ വേണമെങ്കിൽ ഓട്ടോ ഹൈഡ് റിബൺ കൊടുക്കാം. ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ് കൊടുക്കാം. ഓട്ടോ ഹൈഡ് റിബൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ടൂൾ ബാറാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ഇങ്ങനെ കാണുന്ന എടുക്കുമ്പോൾ കാണുന്ന ടൂൾസിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ആ റിബൺ ഓഫ് ആക്കണമെങ്കിൽ ഓട്ടോ ഹൈഡ് റിബൺ കൊടുക്കുക. റിബൺ ഓഫായി. ഇപ്പോൾ നമുക്ക് മെനു ബാറോ ടൈറ്റിൽ ബാറോ ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. റിബൺ ഓഫായി കിടക്കുകയാണ്. ഇനി നമുക്കത് ഓപ്പൺ ആക്കണമെങ്കിൽ ഷോ ടാബ്സ് ആൻഡ് കമാൻഡ്സ് കൊടുക്കാം. ഷോ ടാബ്സ് കൊടുത്താൽ ടാബ്സ് മാത്രമായിട്ട് ഓപ്പൺ ആക്കും. കമാൻഡ്സ് കൊടുത്താൽ കമാൻഡ്സ് മാത്രമായിട്ട് ഓപ്പൺ ആവും. ഷോ ടാബ്സ് കൊടുത്താൽ മെയിൻ ടാബ്സ് ആയ ഈ മെനു ബാർ മാത്രം അവിടെ ഡിസ്പ്ലേ ചെയ്യും. ടാബ്സ് ആൻഡ് കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ടൂൾസ് കൂടി നമുക്ക് ഓപ്പണായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ വേഡ് മിനിമൈസ് സെക്ഷൻ, ഈ ഒരു മൈനസ് പോലെയുള്ള ഐക്കണാണ് മിനിമൈസ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ വേഡ് ടൂൾ ബാറിൽ വന്ന് കിടക്കും. വേഡ് ഐക്കൺ ടൂൾ ബാറിൽ വന്ന് കിടക്കും. വീണ്ടും അവിടെ തന്നെ ഈ ടൂൾ ബാറിൽ W ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേഡ് ഓപ്പണായി വരും. മിനിമൈസ് ഓർ റീസ്റ്റോർ ആണ് പറയുന്നതെങ്കിൽ മിനിമൈസ് ചെയ്യുമ്പോൾ റീസ്റ്റോർ ഓർ ഇത് വളരെ ചെറുതായിട്ട് വരും.
മാക്സിമൈസ് ഓർ റീസ്റ്റോർ. മാക്സിമൈസ് ചെയ്താൽ വലുതായിട്ട് വരും, റീസ്റ്റോർ കൊടുത്താൽ പഴയ പൊസിഷൻ എന്താണോ അങ്ങോട്ടേക്ക് വരും. ഇനി ക്ലോസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വേഡ് ഡോക്യുമെൻറ്റ് ക്ലോസ് ആയി പോവും. പിന്നീട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ബാറിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ സെർച്ച് ബാറിൽ നിന്നോ MS വേഡ് ഓപ്പൺ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ടൈറ്റിൽ ബാർ പറഞ്ഞു നമ്മൾ. ഇനി മെനു ബാർ എന്ന് പറയുന്നത് ഈ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ, ഹെൽപ്പ് ഇങ്ങനെ കാണുന്ന മെനൂസ് അടങ്ങിയിട്ടുള്ള ബാറിനെയാണ് മെനു ബാർ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ്, മെനു ബാറിൻ്റെ താഴെയാണ് നമുക്ക് ടൂൾസ്, മെനുവിൽ വരുന്ന ഓരോ ടൂൾസും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് നമ്മുടെ റിബൺ. റിബണിൽ നമുക്ക് ഹോം എടുത്തു കഴിഞ്ഞാൽ ഹോമിലെ ടൂൾസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും, കമാൻഡ്സും ടൂൾസും. അതുപോലെ ഇൻസേർട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ടൂൾസും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഡിസൈനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഡിസൈനിൽ വരുന്ന എല്ലാ ടൂൾസും ഇവിടെ നമുക്ക് ലഭിക്കും. ഇനി വരുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് ടോപ്പിൽ സേവിൻ്റെ ഒരു ഐക്കൺ കാണാം, അതുപോലെ അൺഡു, ഇതാണ് നമുക്ക് റീഡു ഒക്കെ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ 3 ഐക്കൺ, സേവ്, അൺഡു, കസ്റ്റമർ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. പേജ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വൈറ്റ് പോർഷൻസ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏരിയയാണ് പേജ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാറ്റസ് ബാർ, പേജ് നമ്പർ, വേഡ് കൗണ്ട് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. താഴത്തായിട്ട്, പേജിൻ്റെ താഴത്തായിട്ട് ടൂൾ ബാർ ഇവിടെ നമുക്ക് താഴത്ത് കാണാം പേജ് 17/25 1038 വേർഡ്സ് എന്നൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ. PSCയിൽ നമുക്ക് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നാണ്. ഷോർട്ട് കട്ട് കേസ് ചോദിക്കും, മെനു ബാർ എന്താണെന്ന് ചോദിക്കും, സ്റ്റാറ്റസ് ബാർ അല്ലെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് PSCയിലൊക്കെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ടൈപ്പിംഗ് ആൻഡ് ഫോണ്ട് ഓപ്ഷൻസ്. ഇനി നമുക്ക് ടൈപ്പിംഗ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. ടൈപ്പിങ്ങിൽ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു റെഡ് അണ്ടർലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. റെഡ് അണ്ടർലൈൻ വന്നു കഴിഞ്ഞാൽ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ വേർഡിൽ നിർത്തിക്കൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള വേർഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫോണ്ട് സ്റ്റൈൽ, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നോക്കാം. ഫോണ്ട് സ്റ്റൈൽ, ഫോണ്ട് സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ചെയ്യേണ്ട ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫോണ്ട് സ്റ്റൈല് പതുക്കെ നമ്മൾ റിബണിലേക്ക് കൊണ്ടുവരിക. ഹോം മെനു ഓപ്പൺ ചെയ്യാം. വേറെ ഇൻസേർട്ടിലോ ഡിസൈനിലോ ഒക്കെ എടുക്കുന്നതെങ്കിൽ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് എന്ന് പറയുന്ന ബോക്സ് കാണാം. ഫോണ്ടിൽ ഇവിടെ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണാം. അവിടെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ ബ്ലാക്ക്, ഏരിയൽ നേരോ ഏതാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ സ്റ്റൈല്, ഫോണ്ട് സ്റ്റൈല് സെലക്ട് ചെയ്യുക. ഇനി ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ, ഞാനിപ്പോൾ ഏരിയൽ ബ്ലാക്ക് ആണ് ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ തൊട്ടപ്പുറത്ത് തന്നെ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ 26 ആണ് കിടക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് 20 അല്ലെങ്കിൽ 28, 36 ഏതാണോ ഫോണ്ട് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് നമ്മൾ 12 അല്ലെങ്കിൽ 14 ഫോണ്ട് സൈസാണ് യൂസ് ചെയ്യുക. സാധാരണ നോർമൽ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഫോണ്ട് സൈസ് 12 യൂസ് ചെയ്യുക. പിന്നെ ഹെഡിങ് ഒക്കെ ആണെങ്കിൽ 14, 16 യൂസ് ചെയ്യാം. ഇനി ബോൾഡ് ആക്കണം. നമ്മുടെ മെയിനായിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് ബോൾഡായിട്ട് വെക്കണമെങ്കിൽ
ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ബിയിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ തന്നെ ഫോണ്ട് ടൂളിൽ നമ്മൾ ബി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോൾഡായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി ഇറ്റാലിക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഐയിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇറ്റാലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി അണ്ടർലൈൻ ആണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക. നമ്മളുടെ വേഡ് ഏതാണോ ആ വേഡ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് യുവിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ കിട്ടുന്നതാണ്. ഇനി ഷോർട്ട് കട്ട് കീസ് നോക്കാം. ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+B ആണ്. ഷോർട്ട് കട്ട് കീ ബൈ ഹാർട്ട് ആക്കണമെന്നില്ല. നമ്മൾ പതുക്കെ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഐക്കണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ബോൾഡ് Ctrl+B, ഇറ്റാലിക് Ctrl+I, യു അണ്ടർലൈൻ Ctrl+U. ഇനി പാരഗ്രാഫ് ഓപ്ഷൻസ് നോക്കാം. ടെക്സ്റ്റ് എങ്ങനെ അലൈൻ ചെയ്യാം. ഹോമിൽ പാരഗ്രാഫ് സെക്ഷൻ എടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ ഫോണ്ടാണ് നോക്കിയത്. തൊട്ടപ്പുറത്ത് തന്നെ പാരഗ്രാഫ് സെക്ഷൻ ഉണ്ട്. പാരഗ്രാഫ് സെക്ഷൻ എടുക്കാം. പാരഗ്രാഫ് സെക്ഷനിൽ ലെഫ്റ്റ് 4 ടൈപ്പ് അലൈൻമെൻറ്റ് പറയുന്നുണ്ട്. ലെഫ്റ്റ് അലൈൻ, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈ. ആദ്യം നമുക്ക് ലെഫ്റ്റ് അലൈൻ നോക്കാം. ഡീഫോൾട്ടായിട്ടുള്ള അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈനാണ്. ഒരു പാരഗ്രാഫ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ആദ്യം പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കുറച്ച് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത് ഹെൽപ്പിലോ മറ്റോ പോയി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റാൻഡ് ഫങ്ഷൻ കൊടുക്കുകയാണ്. ഇനി റൺ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫയലിലേക്ക് പോവുക. നമ്മുടെ മൗസ് ഫയലിലേക്ക് കൊണ്ടുപോകുക. ഫയലിൽ നിന്ന് ഓപ്ഷൻസ് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൂഫിംഗ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ എടുക്കുക. റീപ്ലേസ് ടെക്സ്റ്റ് ആസ് യു ടൈപ്പ് ചെക്കഡ് ആക്കി വെക്കുക. അത് ഓൺ ആക്കിയിട്ടിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇനി റാൻഡ് ഫങ്ഷൻ ടൈപ്പ് ചെയ്യുക. ഇസ് ഈക്വൽ ടു റാൻഡ് എൻ്റർ പ്രസ് ചെയ്യുക. നമുക്ക് പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്യാം. നമുക്ക് വേണ്ട പാരഗ്രാഫിൽ കഴ്സർ നിർത്തിയിട്ട് അലൈൻമെൻറ്റ് ഓപ്ഷൻ എടുക്കുക. ഡീഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അലൈൻ ആണ്. ലെഫ്റ്റ് അലൈൻ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ലെഫ്റ്റിൽ നിന്ന് ടൈപ്പ് ചെയ്ത് റൈറ്റിലേക്കാണ് പോകുന്നത്. ഇനി സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലേക്ക് വരും. സ്പേസ് ഇട്ട് സെൻറ്റർ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് അലൈൻ ചെയ്യാം എന്ന ഹെഡിങ്ങിനെ നമുക്ക് സെൻറ്ററിലേക്ക് ആക്കാം. നേരെ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വലായിട്ട് വയ്ക്കും. പാരഗ്രാഫിൽ നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. റൈറ്റ് സൈഡ് ഈക്വലായിട്ട് വരും. റൈറ്റ് സൈഡ് ഈക്വലായിട്ട് വരും. അടുത്തത് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജസ്റ്റിഫൈ കൊടുക്കുക. രണ്ട് സൈഡും ഈക്വലായിട്ട് വരും. വേണ്ട എല്ലാ പാരഗ്രാഫും സെലക്ട് ചെയ്ത് ചെയ്യണം. അതല്ലെങ്കിൽ അത് പാരഗ്രാഫിൽ നിർത്തിയിട്ട് വേണം അലൈൻമെൻറ്റ് കൊടുക്കാനായിട്ട്. ഇനി വരുന്നത് ലൈൻ സ്പേസിംഗ് ആണ്. ഒരു ലൈൻ സ്പേസിംഗ് ക്ലിക്ക് ചെയ്യാനായിട്ട് ലൈൻ സ്പേസിംഗ് എടുക്കാം. ഈ പാരഗ്രാഫിൽ തന്നെ നമ്മൾ ഐക്കൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 ആരോ മാർക്ക് ഇട്ടിട്ട് കാണാം. അതാണ് ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ്. നമുക്ക് എത്രയാണ് വേണ്ടത്? 1.5 വേണമെങ്കിൽ 1.5 കൊടുക്കാം. സിംഗിള്, ഡബിള്. നമ്മളിപ്പോൾ ഒരു CV ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ച് ഡാറ്റയുള്ളൂവെങ്കിൽ 1.5 ഇട്ട് കൊടുക്കാം. പ്രൊജക്റ്റ് അതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 1.5 ലൈൻ സ്പേസിംഗ് ആണ് കൊടുക്കുക.
അല്ലെങ്കിൽ നമുക്ക് 1.15 ഇട്ട് കൊടുക്കാം. CV ഒക്കെ തയ്യാറാക്കുമ്പോൾ 1.15 ഇട്ട് കൊടുക്കാം. കുറച്ച് ഡാറ്റ ഉള്ളൂ എങ്കിൽ 2 ലൈൻ സ്പേസിങ് കൊടുക്കാം. പിന്നെ പാരഗ്രാഫ് സ്പേസിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ സ്പേസിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് പാരഗ്രാഫ് ബിഫോർ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ബിഫോർ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാം. റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് ആൻഡ് ബിഫോർ പാരഗ്രാഫ്. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് കൊടുക്കാം, ആഡ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പാരഗ്രാഫ് സ്പേസിങ് വരുന്നതാണ്. ഇനി വരുന്നത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ആണ്. ബുള്ളറ്റ്സ് ഇങ്ങനെ നമ്മൾ ബുള്ളറ്റ്സ് വരുന്നതിനെയാണ് അത് പാരഗ്രാഫിൽ ബുള്ളറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബുള്ളറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എൻ്റർ ചെയ്ത ഐറ്റത്തിന് മാത്രമേ നമുക്ക് ബുള്ളറ്റ് അപ്ലൈ ആവുള്ളൂ. എൻ്റർ ആയതാലാണ് നെക്സ്റ്റ് ബുള്ളറ്റ് വരിക. ഇവിടെ ബുള്ളറ്റിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്. പല ടൈപ്പ് ബുള്ളറ്റ്സ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്പറിംഗ് ആണ് വേണ്ടതെങ്കിൽ 1 2 3 ഫോർമാറ്റിൽ കൊടുക്കാം. നമുക്ക് നമ്പറിംഗ് ഫോർമാറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ABC ഫോർമാറ്റ്, അതുപോലെ തന്നെ റോമൻ ലെറ്റർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് റെസ്യൂമെ ആൻഡ് മറ്റുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇൻസേർട്ട് ടാബ് ഉപയോഗിച്ചിട്ട് ടേബിള്, മാർക്ക് ലിസ്റ്റ്, ഡാറ്റ, പിക്ചേഴ്സ്, ഷേപ്സ്, ഹെഡർ ആൻഡ് ഫൂട്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ ടേബിൾ വേണ്ടത് അവിടെ നമ്മൾ കഴ്സർ നിർത്തിയിട്ട് ഇൻസേർട്ട് ടാബിലേക്ക് മൂവ് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ടിൽ ടേബിളിൽ എത്ര റോയും കോളവും വേണോ അത്ര റോയും കോളവും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഡാറ്റ നമ്മൾ അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പിക്ചറാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ അവിടെ കഴ്സർ നിർത്തിയിട്ട് പിക്ചർ ഇൻസേർട്ടിൽ തന്നെ ഇൻസേർട്ട് മെനുവിൽ തന്നെ പിക്ചർ എടുക്കാം. നമുക്ക് ഓൺലൈൻ പിക്ചർ വേണമെങ്കിൽ ഓൺലൈൻ പിക്ചർ എടുക്കാം. ഡിവൈസിൽ നിന്നുള്ള പിക്ചർ വേണമെങ്കിൽ ഡിവൈസിൽ നിന്നുള്ള പിക്ചർ എടുക്കാം. പിക്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ആ പിക്ചർ അവിടെ ഇൻസേർട്ട് ആവുന്നതാണ്. പിക്ചറിനെ നമുക്ക് ഈ റീസൈസ് ചെയ്യാം. ഈ മൂലയ്ക്ക് പിടിച്ചുകൊണ്ട് പിക്ചറെ നമുക്ക് റീസൈസ് ചെയ്ത് സെറ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷേപ്സ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഷേപ്സ് ഇൻസേർട്ട് ടാബിൽ തന്നെ ഷേപ്സ് എടുക്കാം. ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അവിടെ നമുക്ക് ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം. ഇനി ഹെഡറും ഫൂട്ടറും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ടിൽ തന്നെ പോയിട്ട് ഹെഡർ ഫൂട്ടർ എടുക്കാം. ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കാം. ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡറിൻ്റെ കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. ആ ഫോർമാറ്റ്സ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഹെഡറിൽ വേണ്ട ഡാറ്റ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേജ് നമ്പർ, അതല്ലെങ്കിൽ എന്താണോ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഡോക്യുമെൻ്റ് ടൈറ്റിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരൊക്കെയാണ് നമ്മൾ ഹെഡറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫൂട്ടറാണ് വേണ്ടതെങ്കിൽ പുറത്ത് വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് തിരിച്ചെത്താം. ഇനി ഫൂട്ടറാണ് വേണ്ടതെങ്കിൽ ഫൂട്ടർ എടുക്കാം. ഇൻസേർട്ട് മെനു എടുത്തിട്ട് ഫൂട്ടർ എടുക്കാം. ഫൂട്ടറിൽ നമുക്ക് ഏതാ ഓപ്ഷൻ എന്ന് വെച്ചാൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ഫൂട്ടറിലെ ലെഫ്റ്റ് ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേജ് നമ്പറൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ എടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിലൊക്കെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കാറ്. പുറത്ത് വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റിലെത്തും. PSC എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് ടാബ് യൂസ് ചെയ്തിട്ടാണ്? ആൻസർ ഇൻസേർട്ട് ടാബ്. ഇനി നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഡോക്യുമെൻറ്റിന് സേവ് ചെയ്യണമെങ്കിൽ സേവ് അല്ലെങ്കിൽ സേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുകയാണെങ്കിൽ Ctrl+S എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ ഫയൽ മെനുവിൽ പോയിട്ട് സേവ് അല്ലെങ്കിൽ സേവ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ സേവ് ഐക്കൺ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ സേവ് ഐക്കണിൽ
ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ യൂസ് ചെയ്യാം, ഫയലിൽ സേവ് ഓർ സേവേഴ്സ് യൂസ് ചെയ്യാം. സേവേഴ്സ് നമുക്ക് എവിടെയാണോ നമ്മുടെ ഫയൽ വേണ്ടത്, ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക. ഞാനിവിടെ മൈ വേഡ് പ്രൊജക്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഫയൽ നെയിം ഫയലിൽ സേവ് ഓർ സേവേഴ്സ് അല്ലെങ്കിൽ Ctrl+S അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ സേവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ സി ഡ്രൈവ് ആണോ, ഡി ഡ്രൈവ് ആണോ, ഡോക്യുമെൻറ്റ്സ് ആണോ, ഡെസ്ക്ടോപ്പ് ആണോ, ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഫയൽ ടൈപ്പ് .docx സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കും നഷ്ടപ്പെടുന്നതാണ്. ഇനി കോമൺ ഷോർട്ട് കട്ട് കീസ്, PSC ഇൻ്റർവ്യൂ ഫേവറേറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ട് കീസാണ്. കോപ്പി Ctrl+C, പേസ്റ്റ് Ctrl+V, കട്ട് Ctrl+X, സെലക്ട് ഓൾ Ctrl+A, അൺഡു Ctrl+Z. ഇന്ന് നമ്മൾ പഠിച്ചത് MS വേഡ് ബേസിക്സ്, ടൈപ്പിംഗ് ആൻഡ് ഫോർമാറ്റിംഗ്, സേവ്, ഇൻസേർട്ട് ആൻഡ് ഷോർട്ട് കട്ട്സ്. നെക്സ്റ്റ് വീഡിയോയിൽ MS വേഡ് റെസ്യൂമേ മേക്കിംഗ്, അപ്ലിക്കേഷൻ റൈറ്റിംഗ്, PSC എക്സാം ക്വസ്റ്റ്യൻസ് എന്നീ ടോപ്പിക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.